ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി ദിവ്യ ബെനാമി കമ്പനി രൂപീകരിച്ചതായി ആരോപണം. കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ ദിവ്യ നൽകിയത് സ്വന്തം കമ്പനിക്കാണെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫാണ് കമ്പനിയുടെ MD. ഒരു കരാർ പോലും മറ്റൊരു കമ്പനിക്ക് ലഭിച്ചില്ലെന്ന് ആരോപിച്ച് ഇതിന്റെ രേഖകളും പുറത്തുവിട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളാണ് സ്വന്തം ബിനാമി കമ്പനിക്ക് പി ദിവ്യ നൽകിയത്. കമ്പനിയുടെ പേര് നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാകും. ചില സംശയങ്ങളും ചില വിവരാവകാശ രേഖകളൊക്കെ ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നിരുന്നു. കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അന്നൊന്നും ഈ കമ്പനി ഏതെങ്കിലും തരത്തിൽ പി ദിവ്യയുമായി ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസും ലഭ്യമായിരുന്നില്ല. എന്നാൽ വളരെ ആധികാരികമായി തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്നത്, ഈ കമ്പനിയുടെ ഉടമസ്ഥർ അവർക്ക് പി ദിവ്യയുമായുള്ള ബന്ധം അത് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം തന്നെ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നു. പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം 2021 ജൂലൈ 20 ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ്. ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫാണ് കമ്പനിയുടെ ഡയറക്ടറും MD-യുമായി പ്രവർത്തിക്കുന്നതാണ്. വിവരങ്ങളുമായി KV ബൈജു ചേർന്നു. ബൈജു, എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്? എന്തെല്ലാം തെളിവുകൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ? അപർണ, പ്രധാനമായും രണ്ട് ആരോപണങ്ങളാണ് ഈ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്നതാണ് കാർട്ടൂൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെയുള്ള ആരോപണം. അതിൽ കൂടുതൽ രേഖകളുമായാണ് ഇപ്പോൾ മുഹമ്മദ് ഷമാസ് രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ പാലക്കയം തട്ടിൽ നടുവിൽ പഞ്ചായത്തിലാണ്. അവിടെ 4 ഏക്കറോളം ഭൂമി ഇത്തരത്തിൽ പി ദിവ്യയുടെ ഭർത്താവ് VP അജിത്തും അതുപോലെ തന്നെ ഈ കാർട്ടൂൺ അലയൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ MD മുഹമ്മദ് ആസിഫും കൂടി ചേർന്ന് വാങ്ങിയെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിൽ രേഖകൾ സഹിതമാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഇപ്പോൾ മുഹമ്മദ് ഷമാസ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കരാറുകളും ഈ കമ്പനിക്ക് തന്നെ നൽകിയെന്നാണ്. അതായത് 12 കോടിയോളം രൂപയുടെ കരാറാണ് ഈ കമ്പനിക്ക് ഈ 3 വർഷത്തിനിടയിൽ നൽകിയതെന്നാണ് ഷമാസ് ആരോപിക്കുന്നത്. അതിനുള്ള രേഖകളും കൃത്യമായി പുറത്തുവിടുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് നിരവധി തവണ ഈ കമ്പനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിലും വ്യക്തമായ രേഖകൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഷമാസ് കൃത്യമായ രേഖകൾ സഹിതം ഈ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ അജിത്തും അതുപോലെ തന്നെ ഈ MDയും ചേർന്ന് ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നാണ് ഈ ഷമാസ് ആരോപിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ സ്ഥലത്ത് ഇവിടെ ഇത്തരത്തിൽ 4 ഏക്കറോളം സ്ഥലം ഇവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നാണ്. അതിൽ ഈ രണ്ടുപേരുടെയും പേരിലാണ് ഇത്തരത്തിൽ ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള രേഖകളും ഷമാസ് പുറത്തുവിടുകയുണ്ടായി. എന്തായാലും ഈ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പുറമെ ഇനിയും ഒരുപാട് ഇത്തരത്തിൽ അഴിമതി അതുപോലെ തന്നെ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന ഒരു കാര്യവും ഷമാസ് പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ പി ദിവ്യക്കെതിരെ ഉയർന്നിരുന്നു. അതിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷമാസ് രംഗത്ത് വന്നിരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ഇടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും ഇത്തരത്തിൽ നിരവധി അഴിമതി നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇതൊരു തട്ടിക്കൂട്ട് കമ്പനിയാണ്. അതായത് 2021 ജൂലൈ 20 ഈ കമ്പനി രൂപീകൃതമാവുന്നത്. അതായത് പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലൊരു കമ്പനി വരുന്നു. ഈ കമ്പനിക്ക് വഴിവിട്ട ഇത്തരത്തിൽ നിരവധി സഹായം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നൽകുന്നു. അതുകൂടാതെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ഇവരുടെ ഈ ബിനാമി ഇടപാടിൽ ഇവർക്കും പങ്കുണ്ട് എന്ന മുഹമ്മദ് ഷമാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം. കൂടുതൽ രേഖകൾ തന്റെ പക്കലുണ്ട്. അത് വരും ദിവസങ്ങളിലും പുറത്തുവിടുമെന്ന് തന്നെയാണ് ഷമാസ് വ്യക്തമാക്കുന്നത്. ബൈജു, ഇത് ദിവ്യയിലേക്കും കുടുംബത്തിലേക്കും മാത്രം ഒതുങ്ങാതെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിറിനെയും ഇതിനകത്ത് ആരോപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബിനാമി ഇടപാടുകൾ ഷാജിറിന് പങ്കുണ്ടെന്ന് പറയുന്നു. പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കരാറും ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇത്
ദിവ്യയിൽ മാത്രമല്ല ഇത് പഞ്ചായത്തിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളും തെളിവുകളോടുകൂടിയാണോ ഷമാസ് മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ. ഷാജിറും ഈ PP ദിവ്യയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ ഇത്തരത്തിൽ ഇടപാട് നടത്തുകയും ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ കരാറുകളും ഈ കമ്പനിക്ക് പിടിച്ചു നൽകുകയാണ്. അത്തരത്തിൽ 3 വർഷത്തിനിടെ മാത്രം 12 കോടിയുടെ കരാറാണ് ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ രേഖയാണ് ഷമ്മാസ് ഹാജരാക്കിയത്. അതുകൂടാതെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ഇടങ്ങളിൽ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഭൂമി വാങ്ങി കൂട്ടി എന്ന ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ MD എന്ന് പറയുന്നത് ഈ PP ദിവ്യയുടെ അടുത്ത സുഹൃത്താണ് മുഹമ്മദ് ആസിഫ്. അതുപോലെ തന്നെ VP അജിത്തും ഈ ഭർത്താവ് VP അജിത്തും ഇവർ 3 പേരും PP ദിവ്യക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് ഷമ്മാസും രംഗത്ത് എത്തിയിരിക്കുന്നു. ഏതായാലും സ്പോട്ട് ലൈവ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും നാളെ. നമസ്കാരം.